ഇറാന്റെ സമുദ്രാതിർത്തിയിലേക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ പ്രവേശിച്ചിട്ടുണ്ട്. ഒമാൻ ഉൾക്കടലിലാണ് ഇറാനിയൻ പ്രാദേശിക സമുദ്രാതിർത്തിയിലേക്ക് അടുക്കാൻ ഈ യുദ്ധക്കപ്പൽ ശ്രമിച്ചത്. അപ്പോൾ ഇതിനെ ഇറാനിയൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ തടഞ്ഞതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. സത്യത്തിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്തിനാണ് ഇറാന്റെ സമുദ്രാതിർത്തിയിലേക്ക് അമേരിക്കയുടെ പടക്കപ്പൽ വരുന്നത്? അത് ഇപ്പോഴുള്ള ഒരു അവസ്ഥയെ സംഘർഷഭരിതമാക്കുകയല്ലേ ചെയ്യുക? ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, അമേരിക്ക അന്ന് ഈ പറയുന്ന ലക്ഷ്യം നിറവേറ്റിയില്ല എന്നുള്ളൊരു കാര്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതായത് എന്തായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം? ഇറാനിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ളത്. അത് നടന്നിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അത് അവരവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടെന്നും, അപ്പോൾ അത്തരത്തിൽ വ്യക്തമായിട്ടുള്ളത് കൊണ്ട് ഈ സർവൈലൻസ് മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി, അതായത് ഈ സാറ്റലൈറ്റിലൂടെ ഇറാനിലെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവിടെയെല്ലാം മരുഭൂമി പ്രദേശങ്ങളാണ്. അപ്പോൾ മരുഭൂമിയിൽ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, സാറ്റലൈറ്റിൽ മരുഭൂമി പ്രദേശങ്ങളെ നിരീക്ഷിക്കാൻ വളരെ പ്രയാസം ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത് മൂവ്മെൻറ്റ് സെൻസ് ചെയ്യാൻ വളരെ പാടാണ്. അതായത് അറിയാൻ പറ്റും, എന്നാലും ഇറാൻ എന്ന് പറയുന്ന പ്രദേശം വളരെ എന്താ പറയുക, ഈ ഒരുപാട് മലകളും ഇത്തരത്തിലുള്ള ഈ മൗണ്ടൻസും അതൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഡെസേർട്ട് ഏരിയയും കൂടുതലാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന അവരുടെ ഈ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളകൾക്കും ഹൂത്തികൾക്കും ഒക്കെ ഈ ആയുധങ്ങൾ കൊടുക്കുന്നു. ഇതെവിടെ നിന്നാണ്, എങ്ങോട്ടാണ് ഇവർ ഈ ട്രാക്ക് ചെയ്ത് പോയാലും ഇവരൊരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് ഇവരെ മിസ്സാവും. ഇവരെവിടെയാണ്, പിന്നെ ഇവരെ കാണാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇറാൻ ആണവ ശക്തിയാകുന്നത്. എങ്ങനത്തെ ആണവ ശക്തി? ഈ പറയുന്ന കരാറിൽ ഒപ്പിടാത്ത ട്രാൻസ്പാരൻസി ഇല്ലാത്ത ആണവ ശക്തിയായിട്ട് മാറുകയാണ്. അത് വളരെ ഭയത്തോടെ ലോകം മുഴുവൻ കാണുന്നത് അതുകൊണ്ടാണ്. കാരണം ഇവർക്ക് ഈ ആണവ ശക്തി ഇത്തരത്തിലുള്ള രാജ്യത്തിന് കിട്ടാൻ പാടില്ല. കാരണം ട്രാൻസ്പാരൻസി ഇല്ലാത്ത രാജ്യമാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു ഇപ്പോഴും അമേരിക്ക പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, CIA പോലെയുള്ള അല്ലെങ്കിൽ മൊസാദ് പോലെയുള്ള ഏജൻസികൾക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഇറാനിൽ അവർ എവിടെയാണ് ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ഇറാനിൽ തന്നെ ഉണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റി ഒന്നും കൊണ്ടല്ല. അതായത് ഈ സാറ്റലൈറ്റും പോലെയുള്ള പ്രൈവറ്റ് സാറ്റലൈറ്റുകളും ഉൾപ്പെടെയുള്ള നാസയുടെ സാറ്റലൈറ്റുകളും ഇതൊന്നും ഉപയോഗിച്ചിട്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒരു എന്താ പറയുക, കൃത്യമായി ഒരു കൃത്യതയോടെ കണ്ടുപിടിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല. കാരണം അവിടുത്തെ ഭൂപ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ എന്തായാലും ഇന്നലെ എവിടെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഇറാനിയൻ സമുദ്ര അതിർത്തിയിലേക്ക് അമേരിക്കൻ യുദ്ധക്കപ്പൽ പാഞ്ഞെടുക്കുന്നു. ഉടൻ തന്നെ ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനം അവർ സജ്ജമാക്കി. യുദ്ധക്കപ്പലിനെ നിരീക്ഷിക്കാൻ വേണ്ടി നിരീക്ഷണ ഹെലികോപ്റ്ററിനെയും പറഞ്ഞയച്ചു. തൊട്ടുപിറകെ ഹെലികോപ്റ്ററിന് അമേരിക്കൻ യുദ്ധവിമാനത്തിൻ്റെ ഭീഷണി വന്നു. മേഖല വിട്ടുപോയില്ലെങ്കിൽ ഉടൻ തന്നെ വെടിവെച്ചിടും എന്ന് പറഞ്ഞു. തൊട്ടുപിറകെ തന്നെ ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമായി. ഒരു സംഘർഷത്തിലേക്ക് തന്നെ കടക്കുമെന്നൊരു സാഹചര്യത്തിലുണ്ട്. വളരെ കലുഷിതമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ കടലിടുക്കിൽ, അത് ഈ പറയുന്ന കടലിടുക്കിലാണല്ലോ ഈ സംഭവം അവർ ഇത് ചെയ്യുന്നത്. അപ്പോൾ സമുദ്രാതിർത്തിയിൽ അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പം മറുഭാഗത്ത് തായ്ലൻഡിൻ്റെ F-16 യുദ്ധവിമാനത്തെ ബോംബിട്ട് തകർത്തിരിക്കുകയാണ് ഇവർ. തൊട്ടുപിറകെ ഹെലികോപ്റ്ററിന് അമേരിക്കൻ യുദ്ധവിമാനത്തിൻ്റെ ഭീഷണി വരെയാണ്. മേഖല വിട്ടുപോയിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ വെടിവെച്ചിടും. തൊട്ടുപിറകെ തന്നെ ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാക്കി. വളരെ കലുഷിതമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അത് തന്നെയാണ് ഈ കടലിടുക്കിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതിർത്തിയിൽ വളരെ എന്താ പറയുക, കലുഷിതമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ മറുഭാഗത്ത് ഈ തായ്ലൻഡിൻ്റെ ഇവിടെ ഏഷ്യയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, F-16 യുദ്ധവിമാനത്തെ, തായ്ലൻഡിൻ്റെ F-16 യുദ്ധവിമാനം അമേരിക്ക നൽകിയ വിമാനമാണ്. അത് ബോംബിട്ട് തകർത്തിരിക്കുകയാണ്. F-16 ഇപ്പോൾ വലിയ നല്ല കാലമല്ല എന്നുള്ളതാണ്. F-16 ഒക്കെ ഇപ്പം ആളുകൾ ബോംബിട്ട് തകർക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതാണ് ഇപ്പോൾ F-16. എന്തായാലും അതിരൂക്ഷ്മമായിട്ടുള്ള വീണ്ടും അതിർത്തി പ്രശ്നം വലിയ തോതിൽ തായ്ലൻഡിനെ ഇപ്പോൾ വലയ്ക്കുന്നുണ്ട്. അതൊരു പക്ഷത്ത് അതിർത്തി വേലികൾ കെട്ടി അടച്ചുകൊണ്ട് ശക്തമായി ഇതിനെ പ്രതിരോധിക്കാൻ അവർ തയ്യാറെടുക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കൻ കപ്പൽ ഇറാനിയൻ സമുദ്രാതിർത്തി ലംഘിച്ച് കടക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് ഇപ്പോൾ ഇറാൻ ഉയർത്തുന്നത്. യുദ്ധക്കപ്പലിനെ ഇറാൻ നാവികസേന തടഞ്ഞെന്നും റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒരു ക്ഷീണം എന്തായാലും അവർക്ക് ഉണ്ടായിട്ടുണ്ട് അമേരിക്കയ്ക്ക് അന്നത്തെ കാര്യത്തിൽ. അപ്പോൾ അത് പിന്നീട് ഇവിടെ തിരിച്ചടിച്ചല്ലോ. ഖത്തറിൽ അവരുടെ എയർബേസസ് അടിച്ചു. അതിന് അമേരിക്ക ഒന്നും തിരിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ക്ഷീണമുണ്ട്. വലിയ ലോക ശക്തിയല്ലേ, സൂപ്പർ പവറാണ്.
അപ്പോൾ ഇതുപോലത്തെ ഒരു രാജ്യത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് അതിനെ ഇവിടെ ഫത്വ പ്രഖ്യാപിക്കുന്നു, അറിയാലോ. അപ്പോൾ അതിനൊന്നും ഒന്നും തിരിച്ചു ചെയ്തില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു സ്ട്രൈക്കിനും കൂടെ ഉള്ള ഒരു ശ്രമമായിരുന്നിരിക്കാം. എന്തായിരുന്നു ലക്ഷ്യം എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ഒമാൻ ഉൾക്കടലിൽ ഇറാനിയൻ സമുദ്രാതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിച്ച അമേരിക്കൻ യുദ്ധക്കപ്പലിനെയാണ് ഇറാനിയൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ തടഞ്ഞതായി ഇറാനിയൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഞാൻ തായ്ലൻഡിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ, തായ്ലൻഡിൽ ഈ പറയുന്ന അമേരിക്കൻ നൽകിയ യുദ്ധക്കോപ്പുകളാണ് അവിടെ ബോംബിട്ട് തകർക്കുന്നത് എന്നുള്ളതാണ്. ഈ ലോകമെമ്പാടും അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ തായ്ലൻഡിൻ്റെ ഇതിലായിക്കോട്ടെ, തിരുവനന്തപുരത്ത് കിടന്ന F-16 ആയിക്കോട്ടെ, ഇപ്പോൾ ഈ പറയുന്ന ഇറാൻ്റെ മുമ്പിൽ F-35 ആയിരുന്നു, ക്ഷമിക്കണം, F-35 ആയിക്കോട്ടെ, ഇവിടെ തായ്ലൻഡിന് നൽകിയ F-16 ആയിക്കോട്ടെ, ഇപ്പോൾ ഇറാൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന അവരുടെ നാവികസേന ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ കാണിക്കുന്നത് അമേരിക്കയുടെ സൈന്യത്തിൻ്റെ പരിമിതികളാണ്. അവർ ഒരിക്കലും അവരൊരു ഡിഫൻസിന് നമ്പർ 1 അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്താണ് അവർക്ക് സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് ഈ പടക്കോപ്പുകളെല്ലാം ഉണ്ട്, പക്ഷെ ഇത് പരീക്ഷിക്കാനുള്ള സാഹചര്യമല്ല. മറ്റ് രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറാൻ ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യക്കാണെങ്കിൽ പോലും ഇതെല്ലായിടത്തും പരീക്ഷിക്കാനും നമ്മുടെ സൈന്യത്തിന് പ്രവർത്തിക്കാനും ഇടയ്ക്കിടയ്ക്ക് ഒരു സമയം കിട്ടുന്നുണ്ട്. ഇത് ഈ അമേരിക്ക എത്രയോ നാളുകളായിട്ട് ഒരു യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല. ഇത് ശേഷി എന്ന് പറയുന്നത് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ശേഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. എല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല, ഇത് യഥാസമയം യഥാസ്ഥലത്ത് പ്രയോഗിക്കാനുള്ള ചിന്ത കൂടി പോകണം. അതെ, അമേരിക്ക ഒരു കുറെ നാളായിട്ട് ഇവിടെ ചെയ്യുന്ന എന്താണ്, ഒരു ഇമ്പീരിയലിസ്റ്റിക് ശക്തിയായിട്ട്, അതായത് ഒരു അധിനിവേശ ശക്തിയായിട്ട് ഈ പശ്ചിമേഷ്യയിൽ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു എന്താ പറയുക, ഒരു രാജ്യമായിട്ട് യുദ്ധത്തിലേക്ക് നേരിട്ട് കടന്നിട്ട് ഇത്രയും നാളുകളായി. അപ്പോൾ അവിടെ ആ ടെസ്റ്റ് വരുന്നില്ല. ഇപ്പോൾ ഇന്ത്യക്ക് ഇപ്പം ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ടെസ്റ്റ്, നമ്മുടെ വീക്ക്നെസ്സുകൾ എന്താണ്, സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമേരിക്ക ഈ വിഷയത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. പ്രാദേശിക സമയം ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ്, കഴിഞ്ഞ ദിവസം 10 മണിയോടെയാണ് സമുദ്രാതിർത്തിയിലേക്ക് എത്തിയ USS ഫിറ്റ്സ് ജെറാൾഡ് എന്നറിയപ്പെടുന്ന US നാവികസേനയുടെ യുദ്ധക്കപ്പലിനെയാണ് ഇറാൻ സൈന്യം ഹെലികോപ്റ്റർ അയച്ച് ഭയപ്പെടുത്താൻ നോക്കിയത്. ഹെലികോപ്റ്റർ അമേരിക്കൻ കപ്പലിന് മുകളിലൂടെ പറക്കുകയും അതിർത്തിയിൽ പ്രവേശിക്കരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തു എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷഭരിതമായ ദിവസങ്ങൾ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷം ഇറാനും അമേരിക്കൻ സൈന്യവും തമ്മിലുള്ള ആദ്യത്തെ ഏറ്റുമുട്ടലായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. സംഘർഷ സമയത്ത് ഇറാൻ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചിരുന്നു. പ്രത്യാക്രമണം എന്ന രീതിയിൽ അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂത്തികളും ശക്തമായി രംഗത്തെത്തിയിരുന്നു. ബുധനാഴ്ച അമേരിക്കൻ കപ്പലിന് മുകളിലൂടെ പറന്ന ഹെലികോപ്റ്റർ ഒരു കാരണവശാലും നമ്മുടെ സമുദ്രാതിർത്തി കടക്കരുത് എന്ന് താക്കീതാണ് നൽകിയത്. എന്നാൽ യുദ്ധക്കപ്പൽ ആ പ്രദേശം വിട്ടുപോയില്ലെങ്കിൽ ഇറാനിയൻ വിമാനങ്ങളെ ലക്ഷ്യമിടുമെന്ന് അമേരിക്കൻ യുദ്ധക്കപ്പലും തിരിച്ച് ഭീഷണിപ്പെടുത്തി. ഈ ഭീഷണിക്കും മറുപടി എന്നോണം സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ പൂർണ്ണ സംരക്ഷണത്തിലാണ് ഈ ഹെലികോപ്റ്റർ നിൽക്കുന്നതെന്നായിരുന്നു അവരുടെ മറുപടി. അവിടെ ഇതെല്ലാം കേട്ട അമേരിക്കൻ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇവർ ഒരു വിധത്തിലും മുട്ടുകുത്തുന്ന ഒരു രാജ്യമായിട്ട് ഇപ്പം ഇറാൻ കൃത്യമായ നിലപാടുകൾ പറയുന്നുണ്ട്. ഇപ്പം ട്രംപ് എന്താ പറയുക, കീഴടങ്ങാൻ പറയുമ്പോഴും അതെ, ഖമേനിയുടെ മറുപടി അങ്ങനെയായിരുന്നു. ഹെലികോപ്റ്ററിന് ഒരു അപകടം സംഭവിച്ചാൽ യുദ്ധക്കപ്പലിനെ തവിട് പൊടിയാക്കുമെന്നുള്ള ഭീഷണിയായിരുന്നു ഇറാൻ വ്യോമ പ്രതിരോധ സേന തിരിച്ചറിയിച്ചത്. പിറകെ അമേരിക്കൻ കപ്പൽ പിൻവാങ്ങിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്, ഇത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അമേരിക്കൻ യുദ്ധക്കപ്പൽ ഇറാനിയൻ സമുദ്രാതിർത്തിയോട് എത്രത്തോളം അടുത്തായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇനി ഇതൊക്കെ ഇറാൻ തള്ളുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇറാനിയൻ സമുദ്രാതിർത്തിക്ക് അടുത്ത് എത്താനുള്ള കാരണം എന്താണെന്നുള്ളതും വ്യക്തമാക്കിയിട്ടില്ല. അതിൽ അമേരിക്കൻ നാവികസേനയുടെ പ്രതികരണം ഒന്നും പുറത്തു വന്നിട്ടില്ല. കാരണം അവർ നിഷേധിച്ചിരിക്കണം. ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഇതിൻ്റെ പ്രതികരണം പുറത്തു വരില്ല. എന്തായാലും USS ഫിറ്റ്സ് ജെറാൾഡിൻ്റെ ദൗത്യത്തിന് യാതൊരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചില്ലെന്നും മറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നത് തികച്ചും വ്യാജമാണെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡും അവകാശപ്പെടുന്നു. ഇറാൻ-ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമാകുന്ന ഘട്ടത്തിൽ ജൂൺ 22-ന് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ ആക്രമണം കനത്ത പ്രഹരമായിരുന്നു. കനത്ത നാശനഷ്ടമാണ് ഇറാൻ ഉണ്ടാക്കിയത്. US ആക്രമണം ഉണ്ടായെങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന് തന്നെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സലാഹ്ജി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിച്ചിട്ടില്ല, അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.